നഗരൂരില് പെട്രോൾ ബോംബെറിഞ്ഞ് കാറ് കത്തിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്തയാണ്. നഗരൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ VHSCയിലെ ദാദുർ സലാം എന്ന സഫറുദ്ദീൻ്റെ വീട്ടിലെ കാറാണ് ആരോ പെട്രോൾ ബോംബെറിഞ്ഞ് കത്തിച്ചു കളഞ്ഞത്. വലിയ സ്ഫോടന ശബ്ദത്തോടുകൂടി രാത്രി 12 മണിയോടുകൂടി ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ കിടന്ന കാറ് കത്തി. ആ വീട്ടുകാർ ചാടി എഴുന്നേറ്റു. സഫറുദ്ദീനും ഭാര്യയും മകളും ഒക്കെ പുറത്ത് ചാടി നോക്കിയപ്പം അവരുടെ കാറ് കത്തുന്നതാണ് കണ്ടത്. അങ്ങോട്ട് അടുക്കാനായിട്ട് കഴിയുന്നില്ല. അവര് വെള്ളം കോരി ഒഴിച്ച് കെടുത്താൻ ശ്രമിച്ചു. എന്തായാലും ഫയർഫോഴ്സ് എഞ്ചിനൊക്കെ വന്നപ്പം കാറ് കത്തിക്കരിഞ്ഞു. എന്തായാലും കുറെ നാളുകളായി സഫറുദ്ദീന് ആ വീടിനോട് ആർക്കോ ഒരു ശത്രുതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വീട് അവിടെ പണിതു. ചെറിയ വീടാണ്, കാറുണ്ട്. അദ്ദേഹം ഭാര്യയും മക്കളുമായിട്ട് താമസിക്കുന്ന വീടാണ്. ഇടയ്ക്കൊരു ചില ശല്യങ്ങൾ തുടക്കത്തിൽ തുടങ്ങി. ഭിത്തിയിലെ ചില ചെളി വാരി തേക്കുക, അവരെ ചെടിച്ചട്ടി പൊട്ടിച്ചിടുക, അവരെ കേബിൾ TV-യിലെ അതിൻ്റെ വയർ കട്ട് ചെയ്ത് വിടുക, ചുമരിലെ അസഭ്യം എഴുതുക. ഇത് നിത്യസംഭവമായി. തൊട്ടടുത്തുള്ള ആരോ ആണ് ഈ വൈരാഗ്യം ചെയ്യുന്നത്. എന്തായാലും CCTV ദൃശ്യം കിട്ടാൻ വേണ്ടി അവർ CCTV അവിടെ ഫിറ്റ് ചെയ്തു. അതിൻ്റെ വയർ കട്ട് ചെയ്തു. ആ CCTV ദൃശ്യം അടിച്ച് തകർത്തു. ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ വന്നു. നഗരൂർ പോലീസ് സ്റ്റേഷനിൽ പല പരാതികളും കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസ് ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല. ഏതായാലും ഇവർ കാത്തിരുന്നു. ഒരു ദിവസം രാത്രിയിൽ എന്തോ സംശയം തോന്നി ഇവർ വെളിയിലിറങ്ങി 3 പയ്യന്മാരെയാണ് പിടിച്ചത്. അവർ മൈനറായിരുന്നു. അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് മൈനർ ആയതുകൊണ്ട് അവരെ വെറുതെ വിട്ടു. അപ്പൊ അവരുടെ ആ റൂട്ട് അന്വേഷിച്ചാൽ ഇപ്പോൾ ഉണ്ടായ സംഭവം കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. DYSPക്ക് ഏകദേശം 9 പരാതി കൊടുത്തു സഫറുദ്ദീൻ. ഒരു നടപടി ഉണ്ടായില്ല. ഒരിക്കലെ അക്രമം നടത്തിയവരെ കണ്ടെത്താന് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നടത്തുന്ന ഇതുപോലെയുള്ള വീടിലെ മുതലുകൾ നശിപ്പിക്കുകയും വീട് വികൃതമാക്കുകയും വീടിൻ്റെ അവിടെ അസഭ്യങ്ങൾ എഴുതി വെക്കുന്നവരെയൊക്കെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചില്ല എന്നുള്ള വസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലെ ബോംബെറിഞ്ഞ് അവരുടെ കാറ് കത്തിച്ചത്. അവർ വീടിന് അല്പസ്വല്പം നാശനഷ്ടങ്ങൾ വന്നു. രാത്രി ഈ തീ അടിച്ചു കെടുത്താനായിട്ട് ശ്രമിച്ച സഫറുദ്ദീൻ്റെ കാലിന് പൊള്ളലേറ്റിട്ടുണ്ട്. അയാളുടെ മകളും ഭാര്യയൊക്കെ തീ കെടുത്താനുള്ള ശ്രമം നടത്തുന്നു നമ്മൾ കണ്ടു. അപകടകരമായ രീതിയിലായിരുന്നല്ലോ അത് കെടുത്താൻ അവർ ശ്രമിച്ചത്. അതിന് ജീവാപായം ഉണ്ടായേനെ. കാരണം ബോംബ് എറിഞ്ഞാണ് കാറ് പൊട്ടിച്ചെങ്കിൽ വീണ്ടും അവിടെ ബോംബ് കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആരാണ് ഇത് ചെയ്തത് എന്ന് നഗരൂർ പോലീസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം വളരെ നാളുകളായിട്ട് ഈ വേദന അനുഭവിക്കുകയാണ്. അത് പല രീതിയിലുള്ള ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ വന്നു കഴിഞ്ഞപ്പം അതിന് പ്രതിവിധി ഉണ്ടാകുമെന്ന് നഗരൂർ പോലീസിന് പല പ്രാവശ്യം കയറി ഇറങ്ങി പരാതി കൊടുത്തിട്ട് ഒന്നും ഉണ്ടായില്ല. അത് നടപടി ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോഴാണ് ആറ്റിങ്ങൽ DYSPക്ക് പരാതി കൊടുത്തത്. എന്തായാലും അത് 9 പരാതി കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇനി ആളിന് അപകടം ഉണ്ടായ ശേഷം മാത്രമേ പോലീസ് രംഗത്ത് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതിന് തക്കതായ നടപടി ഉണ്ടാകണം. ആ 3 കുട്ടികളെ നേരത്തെ അവിടെ പിടിച്ചുവിട്ടവരെ ആ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇദ്ദേഹത്തിൻ്റെ ശത്രു എന്നും അത് വീടിൻ്റെ പരിസരത്തുള്ള ആളാണോ ശത്രു അതോ വെളിയിലുള്ള ആളാണോ എന്ന് പോലീസിന് കണ്ടെത്തണം എത്രയും പെട്ടെന്ന്. കാരണം ഒരു നടപടിയിലേക്ക് പോലീസ് വേണം. ഇത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിന്റെ പരിധിയിൽ വരും. ബോംബ് എറിഞ്ഞിട്ടുണ്ട്, കാറ് ആഴ്സനാണ്, അത് കത്തിച്ചിട്ടുണ്ട്, അവർക്ക് ഭീമമായ നഷ്ടം വന്നിട്ടുണ്ട്, അവർക്ക് മരണഭീതി ഉണ്ടായിട്ടുണ്ട് ഈ കേസിനകത്ത്. അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചേർത്ത് ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഈ ആളെ ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നീതി നടപ്പാക്കാൻ നഗരൂർ പോലീസ് ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.